അടിപൊളി. നമ്മുടെ ഉണ്ണിമുഖത്തിന് ഇതോടെ കേരളത്തിലെ റെബൽ സ്റ്റാർ ആയിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളി. അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിച്ചേട്ടൻ സ്ഥിതിക്കേട്ടൻ ഒപ്പം തന്നെ പിടിച്ചിട്ടുണ്ട്, കാലക്കിയിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസും ഒക്കെ ആക്ഷനും മേക്കിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കാലക്കിയിട്ട് ഒന്നും പറയാനില്ല. കാരണം നമ്മൾ മലയാള സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഡബിളായിട്ട് സാധനം കിട്ടിയിട്ടുണ്ടാവും. അത്ര അടിപൊളിയായിട്ട് ഞാൻ തറലി എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ തലൈവരുടെ മൂവി അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലെ വയലൻറ്റ് ജോണർ മൂവീസൊക്കെ വരുമ്പോൾ നമ്മൾ തകർത്ത് ആഘോഷിച്ച് അർമാദിക്കാറുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനൊരു മൂവി, അഭിമാനിക്കാവുന്ന ഒരു വയലൻറ്റ് മൂവി ഈ ഒരു ലാർജ് സ്കെയിലിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഗൂസ് ബംസ് മൂവ്മെൻറ്റ്സ് ആയിരുന്നു. കുറേ ഗൂസ് ബംസ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു ഇതിൽ, വാവ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് വിത്ത് എ ഫാമിലി ബാക്കിംഗ് സ്റ്റോറി, ആ ഒരു ഇമോഷൻസ് എല്ലാം നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ വയലൻസ് അല്ല, നമുക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വയലൻസ് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഫുള്ളി പാക്ഡ് മൂവി ആൻഡ് ഗ്രേറ്റ് ടീം വർക്ക്. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര സ്ലോ പേസിലാണ് പോയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് അവസാനത്തെ 20 മിനിറ്റ് ഗംഭീര ആക്ഷനാണ്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വയലൻസ് ആണ്. അപ്പോൾ തുടക്കത്തിൽ ഒരു സ്ലോ മോഷനിൽ പോകുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഇത് വരുമോ എന്നൊരു ഇൻ്റർവെൽ ആവുന്നവരെ ആ ഒരു സ്ലോ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സ് അവസാനത്തെ 20 മിനിറ്റ് ശരിക്കും എനിക്കൊന്ന് കുട്ടികൾക്കും ഫാമിലിക്കും തീരെ കാണാൻ പറ്റാത്ത രംഗങ്ങൾ, നമുക്ക് ഭയങ്കര ട്രോമ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രംഗങ്ങളുണ്ട്. ഇത് അഡൾട്ട് ഓൺലിയാണ്, പിന്നെ ഏറ്റവും വയലൻ്റ് ഉള്ള മൂവിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് പ്രതീക്ഷിക്കണമായിരുന്നു. അത്തരത്തിലുള്ള സീനുകൾ അവസാനത്തെ 20 മിനിറ്റിൽ മലയാള സിനിമയിൽ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ്. അത് കണ്ടിരിക്കാൻ പറ്റുമോ, സെക്കൻഡ് ടൈം കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അറിയില്ല. പക്ഷേ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആണ്. മലയാള സിനിമയിലെ ഒരു വയലൻസിൻ്റെ കാര്യത്തിൽ ഒരു ബെഞ്ച് മാർക്കായിരിക്കും മാർക്കോ എന്നുള്ളത്. എടുത്തേക്കുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഫൈറ്റൊക്കെ ആണെങ്കിലും ഒരു ലെവൽ തന്നെ, ഒരു ഇംഗ്ലീഷ് മൂവിയുടെ രീതി തന്നെ സംഭവം ചെയ്തേക്കുന്നത്. ക്യാമറ വർക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സലന്റ് മൂവി. ഏതാ സ്റ്റോറി ബേസ്ഡ് ആണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക, ഒരു ലാഗിങ് ഇല്ലാത്ത രീതിയിൽ തന്നെ മൂവി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് എക്സലൻ്റ് ആയിട്ടാണ് അതിൻ്റെ എല്ലാ വർക്കും ചെയ്യുന്നത്. ഒന്നിനോടൊന്നും മെച്ചമാണ് എല്ലാവരും. അടിപൊളി. ഇതിൻ്റെയൊക്കെ പൊളിയാണ്, അടിപൊളിയാണ്, തകർപ്പനാണ്. കുട്ടനാട്